With that, we have come to the end of the listed programs. ഇനി അടുത്തത് നന്ദി പ്രകടനമാണ്. എല്ലാ നിഹോൺ കൈരളി ഓണാഘോഷങ്ങൾക്കും നന്ദി പ്രകടനം ഉണ്ടാവാറുണ്ട്. വളരെ ഭംഗിയായിട്ട് നമ്മുടെ പല സുഹൃത്തുക്കളും അത് ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് ആളെ തേടിപ്പിടിച്ച് നന്ദി പറയാനുണ്ടായി. വളരെ രസകരമായിരുന്നു അത് കാണാൻ. മറ്റൊരു സുഹൃത്ത് കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്ന് ഒരു പറഞ്ഞ നന്ദി പ്രകടനം പ്രോഗ്രാമിൻ്റെ തന്നെ ഹൈലൈറ്റായി മാറിയ ചരിത്രവും നിയോൺ കൈരളിക്കുണ്ട്. അതുക്കും മേലെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് തപ്പി ഞങ്ങൾ നടന്നപ്പോൾ ഞങ്ങൾക്കൊരു ഫീഡ്ബാക്ക് കിട്ടി. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ആർക്കാണ് വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടത് എന്ന്. വളരെ ശരിയാണ് എന്ന് ഞങ്ങൾക്കും തോന്നി. കാരണം ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ നിഹോൺ കൈരളി. Generally, success of programs like this depends upon three group of people. ഒന്ന് the organizers. Organizers എന്ന് വെച്ചാൽ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മുതൽ കുട്ടികളെ നോക്കുന്ന പാരൻസും സദ്യ ഒരുക്കുന്ന ആൾക്കാരും എല്ലാം വരും. The next group is actually the performers, the people who perform on stage. ആ കുരുന്ന് കുട്ടികൾ മുതൽ സദ്യയ്ക്ക് വിളമ്പുന്ന ആൾക്കാർ വരെ അതിൻ്റെ അകത്ത് വരും. And the third group is you all, the audience. നമ്മുടെ നിഹോൺ കൈരളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും നമ്മൾ തന്നെയാണ്, നിഹോൺ കൈരളിയിലെ മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ആർക്കാണ് നന്ദി പറയേണ്ടത് എന്ന്. സോ ലെറ്റ്സ് താങ്ക് ഓൾ ഓഫ് us ഹിയർ. പണ്ട് ഈ എബ്രഹാം ലിങ്കണൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നിഹോൺ കൈരളി ഓണം ഈസ് ഓർഗനൈസ്ഡ്, performed and celebrated by us. So let's thank all of us and let's give a big round of applause to all of us.